അങ്ങനെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്, ദിസ് ഇസ് മൈ മോന്ത. ആൻഡ് ഐ നോ. സോ ബേസിക്കലി ഞാൻ എന്തുകൊണ്ടാണ് മോന്തയും വെച്ച് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെന്റ് നമ്മുടെ യൂട്യൂബിൽ ഈ മൂവി ക്ലിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ എനിക്കിനി അങ്ങോട്ടേക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങോട്ടേക്ക് ഈ മോന്ത നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണേണ്ടി വരും. അത് സഹിക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ഇറങ്ങിപ്പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം ജസ്റ്റ് ജോക്കിംഗ് ഗൈസ്, ദ ഹോൾ വീഡിയോ. എന്താണെങ്കിലും നമുക്ക് സ്പൈഡർമാൻ്റെ കാര്യത്തിലേക്ക് വരാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ, ഐ മീൻ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഇറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് സ്പൈഡർമാൻ മൂവി ഓഫ് ഓൾ ടൈം. ഇറ്റ്സ് ദ ബെസ്റ്റ്, ദ ഗോട്ട്. ആൻഡ് ഈ പടത്തോടെ ഒരു കാര്യം കൂടി പ്രൂവ് ആവപ്പെടുകയാണ്, ടോം ഹോളണ്ട് ഈസ് ദി ബെസ്റ്റ് സ്പൈഡർമാൻ ഓഫ് ഓൾ ടൈം. ഇപ്പോൾ കുറേ പേര് വന്ന് പറയായിരിക്കും ടോബി അണ്ണൻ, ആൻഡ്രൂ അണ്ണൻ എന്നൊക്കെ, പക്ഷേ നോ, ഇറ്റ്സ് എ ഫാക്ട്. ഈ പടം ഇറ്റ്സ് ഡെഫിനറ്റ്ലി പ്രൂവ് ദാറ്റ് ടോം ഹോളണ്ട് is the best Spider-Man of all time, and Spider-Man Brand New Day is the greatest Spider-Man movie of all time. I don't care what you say, that is just my opinion, and my opinion is a fact. And padam, like എന്താ ഞാൻ പറയാം, ദിസ് ഇസ് നോട്ട് ലൈക്ക് എ ഫൺ എന്റർടൈനർ പടം, അങ്ങനെ അല്ല കേട്ടോ. ഇത് ലിറ്ററലി വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഇമോഷൻസ് ടാക്കിൾ ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഈ സിനിമയുടെ ബെസ്റ്റ് സീൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആക്ഷൻ സീൻസ് ഒന്നുമല്ല. ലിറ്ററലി രണ്ടാൾക്കാർ ഇരുന്നിട്ട് കോൺവെർസേഷൻസ്, അഥവാ ആൾക്കാർ ഇരുന്നിങ്ങനെ അവരുടെ ഇമോഷൻസിനെ പറ്റി സംസാരിക്കുന്ന സീൻസാണ് ഈ സിനിമത്തെ ബെസ്റ്റ് സീൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതും പറഞ്ഞ ആക്ഷൻ ഇല്ല എന്നല്ല, വേറെ ലെവൽ ആക്ഷൻ ഉണ്ട്. നമ്മുടെ ഷാങ്ചിയുടെ ഡയറക്ടറാണ്, അത് നമുക്ക് സിനിമത്തെ ആക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഗംഭീര ആക്ഷൻ കേട്ടോ. അതുപോലെ എനിക്ക് പ്രീവിയസ് MCU സ്പൈഡർമാൻ മൂവീസിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെബ് സ്വിങ്ങിങ് ഞാൻ പേഴ്സണലി അത്രയ്ക്കും വലിയൊരു ഫാൻ ആയിരുന്നില്ല. പക്ഷെ ഈ പടത്തിലെ വെബ് സ്വിങ്ങിങ് ഈസ് സോ ഗുഡ്. അഥവാ അവര് പ്രാക്ടിക്കൽ എഫക്ട്സ് ഉപയോഗിച്ച് നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ലുക്സ് ടു ഡാം ഗുഡ് മാൻ. ഈസിലി അമേസിംഗ് സ്പൈഡർമാൻ 2 ശേഷം ദി ബെസ്റ്റ് ലൈക്ക് സ്വിങ്ങിങ് ഈ പടത്തിൽ തന്നെയാണ്. ആൻഡ് ജസ്റ്റ് ഇൻ ജനറൽ ടെക്നിക്കലി ദിസ് മൂവി വാസ് റിയലി ഗുഡ്. ചില ഗ്രീൻ സ്ക്രീൻ എഫക്ട്സ് പരിപാടികൾ അത്രയ്ക്കും മികച്ചതായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ഓവറോൾ ദ മൂവി ഈസ് റിയലി ഗുഡ് ടെക്നിക്കലി. ആൻഡ് മ്യൂസിക് ആസ് യൂഷ്വൽ അതിഗംഭീരമാണ്. അത് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. മൈക്കൽ ജിയാക്കച്ചീനോ, എനിക്ക് കറക്റ്റായിട്ടാണ് എൻ്റെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല, ബട്ട് മൈക്കിൾ അണ്ണൻ പൊളിച്ചു വിട്ടിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ പെർഫോമൻസസ് അഗൈൻ ടോം ഹോളണ്ട്, ഡൂഡ് ഹീസ് ടു ഗുഡ് മാൻ. ലൈക്ക് ഹീസ് റിയലി ഗുഡ് ആസ് സ്പൈഡർമാൻ. ലൈക്ക് അഗൈൻ he is the greatest. I don't care, he is the greatest. സെൻഡയ കിടലിനായിരുന്നു. പിന്നെ നമ്മുടെ നെറ്റ് ലീഡ്സ് ആയിട്ട് വരുന്ന മച്ചാന്റെ പേര് എനിക്ക് കറക്റ്റായിട്ടുണ്ട്, ബട്ട് നമ്മുടെ മറ്റേ CEO യു നോ വട്ട്, ബട്ട് ആ മച്ചാൻ അടിപൊളിയായിരുന്നു. അതുപോലെ നമ്മുടെ സേഡി സിംഗ് പടത്തിലുണ്ട്. ഏതാണ് ക്യാരക്ടർ എന്ന് ഞാൻ പറയുന്നത്, ബിക്കോസ് അവര് ഒഫീഷ്യലി ആ ക്യാരക്ടർ റിവീൽ ചെയ്തിട്ടില്ല. ഈവൻ ദോ ഒരുവിധം എല്ലാവർക്കും അറിയാം ഏത് ക്യാരക്ടറാണ് പ്ലേ ചെയ്യണം, ബട്ട് ഞാൻ അത് എന്തായാലും പറയാൻ പോകുന്നില്ല. ബട്ട് സേഡി സിംഗ് വാസ് റിയലി ഗുഡ് മാൻ, റിയലി ഗുഡ്. അതുപോലെ നമ്മുടെ മാർക്ക് റഫലോ ആസ് ബ്രൂസ് ബാനർ അല്ലെങ്കിൽ ഹോൾക്ക്. അങ്ങനെ ഫൈനലി കുറേ കാലത്തിന്റെ വിഷമത്തിന് ശേഷം നമുക്ക് ശരിക്കത്തെ ഹൾക്കിനെ തിരിച്ച് സ്ക്രീനിൽ കാണാൻ സാധിച്ചിരിക്കുകയാണ് ഗൈസ്. മടുത്തു ആ മറ്റേ മൊണ്ണേഷ് കുമാർ സയന്റിഫിക് പ്രൊഫസർ ഹൾക്ക്. ശരിയാണ്, അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഒരു പുതുമയായിരുന്നു, പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് ഒരുമാതിരി അപമാനിക്കുന്ന സ്ഥിതിയിലേക്ക് ഹൾക്കിനെ അവർ കൊണ്ട് വന്നെത്തിപ്പിച്ചു. ബട്ട് ഫൈനലി ഹൾക്കിന്റെ ശരിക്കത്തെ പവർ എന്താണെന്ന് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റും. അത് ആ സീനൊക്കെ കിടിലൻ. അങ്ങനത്തെ കുറെ ഗംഭീര മൊമെന്റ്സ് ഉണ്ട് കേട്ടോ. രോമാഞ്ചമൊക്കെ അടിച്ചിങ്ങനെ ഇങ്ങനെ വേറെ ലെവൽ പരിപാടി ഈ പടത്തിലുണ്ട്. ബട്ട് അഗൈൻ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ പക്ക എന്റർടൈനർ, ഇറ്റ്സ് എ മച്ച് മോർ സീരിയസ് ഇമോഷണൽ മൂവിയാണ്. അപ്പോൾ അത് ആ സെൻസിൽ കാണാം. അല്ലാണ്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് ഇതെന്തോന്നടേ ഇത് പണി വെച്ചിരിക്കുന്നു, ഇതിനൊക്കെ എന്തിനാടെ പറയുന്നത്, ലാഗ് അടിക്കണ്, ഇങ്ങോട്ട് കണച്ചാ കൗണ്ടർ അടിച്ച് ബാക്കിയുള്ള തിയേറ്റർ ഗോവേഴ്സിന്റെ കൂടി എക്സ്പീരിയൻസ് കുളമാക്കാനാണ് നിങ്ങളുടെ പ്ലാനിങ്, നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണ്ട. സ്പൈഡർമാനെ ശരിക്കും ഇഷ്ടപ്പെടുന്നത് ആ ക്യാരക്ടറിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും ഒരു കൈൻഡ് ഓഫ് കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ ഹെൽ ഓഫ് എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫ് ഷോ. അതുപോലെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ജോൺ ബെർണന്തോൾ ആസ് ദ പണിഷർ. അണ്ണനുള്ള എല്ലാ സീനും അണ്ണൻ തൂക്കി. ലൈക്ക് ലിറ്ററലി അഥവാ ഇതുവരെ ഇറങ്ങിയ 4 MCU സ്പൈഡർമാൻ മൂവീസിൽ ദി ബെസ്റ്റ് പാർട്ട്ണർ ഫോർ സ്പൈഡർമാൻ ഈസ് ദ പണിഷർ. ഹീ ഈസ് സോ ഗുഡ്. അവസാനമൊക്കെ എത്തുമ്പോൾ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. മനസ്സ് നിറഞ്ഞു മാൻ, മനസ്സ് നിറഞ്ഞു. ജോൺ യു ആർ സോ ഗുഡ് മാൻ. ജോണും ടോമും തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ ഔട്ട് ഓഫ് ദിസ് വേൾഡ്.
അതുപോലെ ഈ പടത്തിൽ കുറെ ലൈക്ക് റെഫറൻസുകളുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഭയങ്കര ഓബ്വിയസ് ആയിട്ടുള്ള റെഫറൻസ് അല്ല, വളരെ സട്ടിൽ ആയിട്ടുള്ള രീതിയിൽ ചില പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ട്. സ്പൈഡർമാൻ 3 എന്നും സ്പൈഡർമാൻ 1 എന്നൊക്കെ കുറച്ച് റെഫറൻസ്, കോമിക് ബുക്സിന്റെ പാനൽസ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് രസമായിരുന്നു അറിയാം മാൻ. ദിസ് ഈസ് ഹൗ യു ഡു ഫാൻ സർവീസ്. ഇങ്ങനെയാണ് ഫാൻ സർവീസ്. ഭയങ്കര റെഫറൻസുകൾ കൊടുക്കപ്പെടുന്നത് സട്ടിലായി കൊടുക്കുക. അഥവാ കോമിക് ബുക്ക് ഫാൻസിന് അത് മനസ്സിലാവുകയും ചെയ്യും, പക്ഷേ ജനറൽ ഓഡിയൻസിന് അതൊരു കല്ലിടയിൽ തോന്നില്ല. ദിസ് ഇസ് ഹൗ യു ഡു ഫാൻ സർവീസ്. എനിക്ക് ജനുവലി ഇതിൽ നെഗറ്റീവ്സ് ഇല്ല കേട്ടോ. ലൈക്ക് ആകെ ഞാൻ എത്ര നേരത്തെ പറഞ്ഞുള്ള ആ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ ചില ഗ്രീൻ സ്ക്രീൻ എഫക്ട്സ് അത്രയ്ക്കും മികച്ചതായി എനിക്ക് തോന്നിയില്ല. ബട്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ദിസ് വാസ് പെർഫെക്റ്റ്. ജനുവലി ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്പൈഡർമാൻ മൂവി. ഇതൊരു സിനിമ എന്നുള്ള ഒരു മാസ്റ്റർ പീസ് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഒരു സ്പൈഡർമാൻ മൂവി എന്നുള്ള നിലയിൽ ഇതിൽ ഇനി ഒരു മാറ്റം വരുത്താനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല മാൻ. ദിസ് ഇസ് എ പെർഫെക്റ്റ് സ്പൈഡർമാൻ മൂവി ഫോർ നൗ. Like, please don't miss this movie in theaters. Like, this is a must watch. But yeah, that's pretty much my opinion on Spider-Man Brand New Day. നിങ്ങൾ എന്തായാലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബൈ ബൈ.